ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ്. അത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വിഷുഫലം വളരെ അനുകൂലമാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ ആദിത്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയമാണ്. ആ സമയം കണക്കാക്കിയാണ് ഫലം പറയുന്നത്. അതായത് കൊല്ലവർഷം 1199 മീനമാസം 31 തീയതി ഏപ്രിൽ മാസം 2024 ഏപ്രിൽ മാസം 13 തീയതി ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദവും ശുക്ലപക്ഷ ഷഷ്ടി തിഥിയും വരാഹകരണവും ശോഭന നിത്യവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം. മേടൻ രാശിയിലേക്ക് ആദിത്യൻ മാറുന്ന സമയമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് വിഷുഫലം പറയുക. ഈ വർഷം ആവശ്യത്തിന് വേനൽ ലഭിക്കുകയും മഴ ലഭിക്കുകയും അതുപോലെ തന്നെ മഞ്ഞുകാലം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. ആയതിനാൽ കൃഷിക്കാർക്കൊക്കെ വളരെ അനുകൂലമാണ്. കാർഷിക രംഗത്ത് ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് വിഷു. ഈ വർഷം നാണ്യവിളകളായാലും മറ്റ് കാർഷിക വിളകളായാലും ഒക്കെ നല്ല ആദായം ലഭിക്കും. മൃഗസംരക്ഷണ വിഭാഗത്തിലും ഒക്കെ അനുകൂലമാണ്. കാലാവസ്ഥ അനുകൂലമായതിനാൽ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ നല്ലതാണ്. ഓരോ തൊഴിൽക്കാരെയും എടുത്തു പറയുമ്പോൾ പക്ഷിയെ വളർത്തുന്നവരുണ്ട്, അത് വൃക്ഷങ്ങൾ വളർത്തുന്നവരുണ്ട്. പല രീതിയിൽ ആദായം ലഭിക്കുക. ജാതി, ഗ്രാമ്പൂ, അതുപോലെ നിരവധി വൃക്ഷങ്ങളിൽ നിന്ന്, തെങ്ങ്, ചെടികളിൽ നിന്ന് ആദായം ലഭിക്കുന്നവരുണ്ട്. വിവിധങ്ങളായ ഔഷധ ചെടികൾ. അങ്ങനെ നോക്കുമ്പോൾ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. മെഡിക്കൽ രംഗമായാലും IT മേഖലയായാലും ഗവൺമെൻറ് സർവീസുകളായാലും തീരദേശത്തുള്ള മത്സ്യബന്ധനവും വ്യാപാരവുമായി ബന്ധപ്പെട്ടതോ എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ്, ഊഹാപോഹ കച്ചവടങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ തൊഴിൽ രംഗത്തും അഭിവൃദ്ധികരമാണ്. അധ്യാപകർക്കൊക്കെ നല്ലതാണ്. നല്ല ഗുരുക്കന്മാരെ കിട്ടുകയും നല്ല ഒരു അധ്യയന വർഷം വന്നു ചേരുവാനും യോഗം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നിച്ചു. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പറയുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ശക്തി നേടുക, ധനം നേടുവാനും സാധിക്കും. ആർക്കും അപഹരിക്കാൻ പറ്റാത്ത ഒരു ധനമാണ് വിദ്യാധനം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെ ഭാഗ്യാധിപൻ്റെയും ഒക്കെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഭാഗ്യാധിപന്മാർ ഉച്ച രാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയും സ്വക്ഷേത്രത്തിലൂടെയും മൂലക്ഷേത്രത്തിലൂടെയും ബന്ധുക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഈ വർഷം അഭിവൃദ്ധികരമാണ്, ശ്രേയസ്കരമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലതാണ്. അതുപോലെ ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അതുപോലെ വസ്ത്ര വ്യാപാരവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർ, കറി പൗഡറായാലും മറ്റ് ടിൻ ഫുഡുകളായാലും വലിയ വലിയ കമ്പനികളോ വ്യക്തിഗതമായ ചെറിയ രീതിയിൽ നടത്തുന്ന തൊഴിലുകളും ഒക്കെ ഇതിൽ ബാധകമാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ല നല്ല വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ലതാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കണം. കലുഷിതമായി കഴിഞ്ഞാൽ പിന്നെ അത് തണുപ്പിക്കുക ഈ ഒരു വർഷം ബുദ്ധിമുട്ടാണ്. ഉല്ലാസയാത്ര പോകുന്നതിന്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ഒക്കെ യോഗമുണ്ട്. ദീർഘകാലമായിട്ട് ഒരു സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമ സന്താന യോഗമുള്ള ഒരു വർഷവും കൂടിയാണ് ഈ വിഷുഫലം കൊണ്ട് വന്നിച്ചത്. വിദേശത്തായിരിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്കും ഈ വർഷം വിദേശയോഗം ഉള്ള വർഷമാണ്. അതായത് വിദ്യാഭ്യാസത്തിനായിട്ടും തൊഴിൽ കാര്യങ്ങൾക്കായിട്ടും പോകുന്നവർക്കും നല്ല അനുകൂലമായ കാലം. എല്ലാവർക്കും
സന്തോഷകരമായ ഒരു വിഷു ആശംസ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായി. അതുപോലെ തന്നെ ജ്യോതിഷ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക.